എ വി ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് ഫ്ലെക്സി ബോഡി 6x4 സ്ലാബ് ടൈൽസും റിജിഡ് ബോഡി വിട്രിഫൈഡ് സ്ലാബ്സും രണ്ടും 6x4 സൈസാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ ഡിഫറൻസ്, ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇന്ന് നമ്മൾ ഇത് കുറച്ചുകൂടെ ഡീറ്റെയിലിൽ, അതായത് ഇവിടെ ഈ കാണുന്ന റോക്കർ ബ്ലാക്ക് എന്ന് പറയുന്ന ഈ മെറ്റീരിയലും സാച്ചുവാരിയോ പേൾ എന്ന് പറയുന്ന പോളിഷ് മെറ്റീരിയലും ഈ രണ്ട് മെറ്റീരിയലും ഉപയോഗിച്ച് ഒരു മനോഹരമായ ഒരു വീട് ഇവിടെ ചെയ്തു തീർത്തിട്ടുണ്ട്. ആ വീടിന്റെ ടൂറാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. അതിനു മുമ്പ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഈ മെറ്റീരിയലിലേക്ക്. ലപ്പാട്ടോ ബ്ലാക്ക് എന്ന് പറയുന്ന ഗ്രാനൈറ്റ്, അത് വളരെയധികം പോപ്പുലർ ആണ്. ഒരുപാട് സെയിൽ അതിന് വരാറുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയലാണ്. ആ മെറ്റീരിയലിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് കജാരിയ റോക്കർ ബ്ലാക്ക് എന്ന് പറയുന്ന ഈ മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്തത്. പക്ഷേ ഇത് ഡെവലപ്പ് ആയി കഴിഞ്ഞപ്പം ശരിക്കും ഇത്രയും ബ്ലാക്ക്നെസ് നമുക്ക് ശരിക്കും ഗ്രാനൈറ്റിനകത്ത് കിട്ടത്തില്ല. അപ്പോൾ ഗ്രാനൈറ്റിനകത്ത് കിട്ടുന്ന ഒരു ബ്ലാക്ക്നെസ് ആണ് നമ്മൾ മേളിൽ കാണിച്ചേക്കുന്നത്. ഇതും കജാരിയ വിട്രിഫൈഡിന്റെ തന്നെ ഫുൾ ബോഡി ബ്ലാക്ക് ആണ്. പക്ഷേ ശരിക്കും ഗ്രാനൈറ്റിലെ ബ്ലാക്ക് റോക്കർ ബ്ലാക്കുമായിട്ടുള്ള ഡിഫറൻസ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ശരിക്കും ഈ രണ്ട് ടൈലിൽ നോക്കിയാൽ മതി. ഒരു ഗ്രാനൈറ്റ്, നല്ല ഗ്രാനൈറ്റ് നല്ല രീതിയിൽ പോളിഷ് ചെയ്തിട്ട് നമുക്ക് ഈ ബ്ലാക്ക്നെസ് കിട്ടത്തുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമ്മൾ റോക്കർ ബ്ലാക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ സൈസ് കിട്ടും. പിന്നെ റോക്കർ ബ്ലാക്ക് 15 mm തിക്നെസ് ആണ്, 1.5 cm തിക്നെസ് ഉണ്ട്. കളേർഡ് ബോഡി GVT, വിച്ച് മീൻസ് ഈ കാണുന്ന ബ്ലാക്കിന്റെ ഒരു 90% ബ്ലാക്ക്നെസ് നമുക്ക് എഡ്ജിലും കിട്ടും. അതിനെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല സ്റ്റെയിനർ വെച്ച് നമുക്ക് 100% ഇതേ ബ്ലാക്ക് കളർ ആക്കാനും പറ്റും. അപ്പം ഇതാണ് റോക്കർ ബ്ലാക്ക്. വെരി ഗുഡ് മെറ്റീരിയൽ, ഗ്രാനൈറ്റിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു റീപ്ലേസ്മെന്റ് പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഈ വീട്ടിൽ നമ്മൾ സപ്ലൈ ചെയ്തത് സാച്ചുവാരിയോ പേൾ ആണ്. സാച്ചുവാരിയോ പേൾ അഗൈൻ കജാരിയയുടെ വിട്രോണൈറ്റ് സീരീസിൽ വരുന്നതാണ്. കജാരിയയുടെ സ്ലാബ്സ് ഉണ്ടാക്കുന്ന അതേ ഡിവിഷന്റെ മെറ്റീരിയൽ ആണ്. വിട്രോണൈറ്റ് സീരീസിലെ 6x4 സൈസ്, 15 mm തിക്നെസ്, റിജിഡ് ബോഡി വിട്രിഫൈഡ്. റിജിഡ് ബോഡി വിട്രിഫൈഡ് ഒന്നുകൂടെ ഞാൻ പറയാം, പക്ക ഫ്ലാറ്റ് ആയിരിക്കും, ഒരു ചലനം ഉണ്ടാകത്തില്ല. 180 ഡിഗ്രി പക്ക ഫ്ലാറ്റ്നെസ് കിട്ടും. അപ്പം ഈ മെറ്റീരിയലിനകത്ത് ഉപയോഗിച്ചേക്കുന്ന ഗ്ലേസ്, ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന ഇങ്ക്, ഇതിന്റെ പ്രിന്റിംഗ്, ഇതെല്ലാം ടോപ്പ് ക്ലാസ് ആണ്. കജാരിയ വിട്രോണൈറ്റ് സീരീസിന്റെ റിജിഡ് ബോഡി വിട്രിഫൈഡ് പോലെ അതിപ്പോൾ 6x4 സൈസ് ആണ് ലാർജസ്റ്റ് സൈസ്. അത്രയും ക്വാളിറ്റി ഉള്ള വേറെ ഒരു 6x4 മെറ്റീരിയലും നിലവിൽ ഇന്ത്യയിലില്ല. അപ്പം ഈ റോക്കർ ബ്ലാക്കും ഈ സാച്ചുവാരിയോ പേളും വെച്ച് ചെയ്ത ഒരു വീടാണ് ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ പറഞ്ഞ സൈറ്റിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. റഷീദ് സാറിൻ്റെ വീട് കരിക്കോടാണ് ഈ സ്ഥലം നിൽക്കുന്നത്, വീട് നിൽക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ടില്ല, കംപ്ലീഷൻ സ്റ്റേജ്, ഫൈനൽ സ്റ്റേജിലാണ്. പക്ഷേ ടൈലിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇപ്പോക്സി വർക്ക് ബാക്കിയാണ്. പക്ഷേ ഈ പറഞ്ഞ രണ്ട് ടൈലിൻ്റെ ഫ്ലോറിംഗ് ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇന്ന് നമ്മുടെ കൂടെ സജി വീണ്ടും നമ്മുടെ കൂടെ ഉണ്ട്. സജി നമുക്ക് പറഞ്ഞു തരും ഇതിൻ്റെ ലപ്പാട്ടോ ഗ്രാനൈറ്റിന് പകരം റോക്കർ ബ്ലാക്ക് യൂസ് ചെയ്യാനും അതേപോലെ റിജിഡ് ബോഡി വിട്രിഫൈഡ് ഉപയോഗിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. കാരണം ആദ്യമായിട്ടല്ലേ റിജിഡ് ബോഡി വിട്രിഫൈഡ് വിരിക്കുന്നത്. റിജിഡ് ബോഡി ആദ്യത്തെ വർക്കാണ് സജിയുടെ. അപ്പോൾ ആസ് എ ടെക്നീഷ്യൻ അത് വിരിച്ചതിൽ ഉള്ള ചലഞ്ചസും അതിനകത്ത് കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷനും അല്ല ലുക്കിന്റെ ഡിഫറൻസും അത് നമുക്ക് ഇന്ന് നോക്കാം. അകത്ത് വരാം. ഓക്കെ. നമ്മൾ വീടിൻ്റെ അകത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സാച്ചുവാരിയോ പേളാണ് ഈ ഫ്ലോറിൽ ലേ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ജോയിന്റ് ഫില്ലിംഗ് കൂടെ വരുമ്പോഴേ ഇത് പക്ക ഇതിൻ്റെ ട്രൂ ക്യാരക്ടറിലേക്ക് വരത്തുള്ളൂ. പക്ഷേ കുറച്ചുകൂടെ വലിയ ഹോൾ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം ഒരു ഫുൾ പീസേ ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ, ഒരു നോട്ടത്തിൽ ഈ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ. ബട്ട് അതല്ല, ലുക്ക് വൈസ് പെർഫെക്റ്റ് ഫ്ലാറ്റ് ഫ്ലോറിംഗ് ആണ്. അബ്സല്യൂട്ട്ലി ഇറ്റാലിയൻ മാർബിൾ വിരിച്ചാൽ നമുക്ക് എന്ത് എഫക്റ്റ് കിട്ടും ആ സെയിം എഫക്റ്റ് ആണ് ഇവിടെ കിട്ടുന്നത്. അതേപോലെ നമ്മളിപ്പം ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് നമുക്ക് മേളിൽ കാണാം. ഇത്രയും പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ടോപ്പ് ലൈറ്റും കൂടെ വരുമ്പോഴായിരിക്കും ഈ ടൈലിൻ്റെ ട്രൂ ബ്യൂട്ടി പുറത്ത് വരാൻ പോകുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു സ്കൈലൈറ്റ് ഉണ്ട് നമുക്ക്, ചെറിയൊരു പോർഷൻ, അതിൻ്റെ ലൈറ്റിലാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സജി, ഈ 6x4 ഫ്ലെക്സി ബോഡി ഒരുപാട് ചെയ്തിട്ടുണ്ട്, റിജിഡ് ബോഡി ആദ്യമായിട്ടാണ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തുവായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് കാര്യങ്ങളാണ്. കാര്യം ഒന്ന്, 100% നമുക്കിത് ഡാമേജ് വരില്ല. ഡാമേജ് വളരെ കുറവാണ്. കാരണം 15 mm തിക്നെസ് ഉള്ളതുകൊണ്ട് ഡാമേജ് 0 ഡാമേജ് ആണ് ഒന്നത്. രണ്ടാമത്തേന്ന് വെച്ചാൽ ഇപ്പം ഈ ജോയിന്റ്സ് അടുപ്പിച്ചിടാനാണ് കുറിച്ചാണ് കൂടുതൽ ആൾക്കാർ പറയുന്നത്. അതെ, പക്ഷെ ജോയിന്റ്സ് ഇപ്പം നമുക്ക് ഇതിനകത്ത് അടുപ്പിച്ചിടാൻ നമ്മുടെ ക്ലയന്റും നമ്മളത് പറഞ്ഞു, ജോയിന്റ് അടുപ്പിച്ചിട്ട് ഒറ്റ ഫ്ലോറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ. പക്ഷേ നമ്മൾ വേണ്ട എന്ന് നമ്മൾ തന്നെയാണ് അങ്ങോട്ട് കാര്യം പറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ ക്യൂറിംഗ് കറക്റ്റായിട്ട് നടക്കത്തില്ല. ക്യൂറിംഗ് നടക്കത്തില്ല. വെള്ളം ചെല്ലത്തില്ല. ക്യൂറിംഗ് കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് സ്പേസ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി പ്ലസ് ഇതിനകത്ത് നമുക്ക് വൈറ്റ് എപ്പോക്സി വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത്
ചെയ്യാം. അപ്പോഴത്തേക്ക് ഇത് അപ്പോൾ വീണ്ടും സീംലെസ് ആവും. എസ്പെഷ്യലി ഗ്ലാസ് എപ്പോക്സി ആഡ് ചെയ്യുകയാണെങ്കിൽ ഇതേ ഫിനിഷ്, ഇതേ സർഫേസ്, ഇതേ ലെവലിലേക്ക് എത്തും. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ പിന്നെ ഓപ്പോസിറ്റ് ഒരു കളർ നമുക്ക് വേണമെങ്കിലും ചെയ്യാം. ഈ സൈസ് നമുക്ക് പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ഈ 6x4 എന്നുള്ള ഈ ഒരു സൈസ് നമുക്ക് പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഒരു ഓപ്പോസിറ്റ് കളർ വേണമെങ്കിൽ നമുക്കത് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് പ്ലസ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഡാസിലർ കണക്കുള്ള എപ്പോക്സിൽ യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് സിൽവർ ഗ്രെയിൻസ്, സിൽവർ എപ്പോക്സി എന്ന് വെച്ചാൽ ഗ്രേ സിൽവർ എന്ന് പറഞ്ഞ ഡാസിലർ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേറൊരു ഭംഗിയാണ്. കാര്യം ഇത് ഫുള്ള് LED ലൈറ്റ്സുകളുടെ ഒരു വീടാണ്. അപ്പൊ അതിന്റെ കുറച്ചുകൂടെ ക്വാളിറ്റി അതിനകത്ത് കിട്ടുമ്പോൾ ഈ ഡാസിലർ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ കണക്ക് അത്യാവശ്യം നല്ല സ്പേസ് ആണ് ഇതിനകത്ത്. പിന്നെ നമുക്ക് റൂംസും എല്ലാം ഈ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യും. സെയിം മെറ്റീരിയലാണ് എല്ലായിടത്തും. അത് അതിന്റെ ഭംഗി നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റും. നമ്മൾ ഹാളിൽ നിൽക്കുന്ന അവിടെ ഒരു ബെഡ്റൂം കാണാം, ഇവിടെ ഒരു പ്രയർ റൂം ഉണ്ട്, അവിടെ വിസിറ്റിംഗ് ഏരിയ ഉണ്ട്, ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഒറ്റ നോട്ടത്തിൽ ഒരേ മെറ്റീരിയലാണ് ഇട്ടേക്കുന്നത്. അപ്പം ഇത് നമ്മൾ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ചെറിയ ഐറ്റത്തിനകത്ത് ചെറിയ വ്യത്യാസം, ചെറിയ എമൗണ്ടിലെ വ്യത്യാസം വരത്തുള്ളൂ. നമ്മൾ പല ഐറ്റം ഇടുമ്പം ഈ ഭംഗി നമുക്ക് ലോസ് ആവും. അപ്പം വേസ്റ്റേജ് കുറവാണ്. വേസ്റ്റേജ് കുറവാണ്. കാര്യം ഇതെല്ലാം ഒറ്റ മെറ്റീരിയൽ ആയപ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ മാക്സിമം വേസ്റ്റേജ് കുറവാണ്. കാര്യം ഇത് ഈ ഇപ്പം നമ്മൾ ഹോളിൽ വെട്ടിയ വേസ്റ്റുകളുടെ ബാലൻസിനാണ് നമ്മൾ റൂംസിന്റെ സൈഡ് പീസുകൾക്ക് ഉപയോഗിക്കുന്നത്. സ്കേട്ടിങ്ങിന് സ്കേട്ടിങ് നമ്മൾ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. സ്കേട്ടിംഗ് ഇപ്പം നമുക്കിത് കണ്ടറിയാം 45 അടിച്ച് നമ്മൾ ഹോളിൽ നിന്നും ചേർച്ച് കൊടുത്തിരിക്കാം. കാര്യം പൊടിപടലങ്ങളൊന്നും അടിയായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് ഇത് കാര്യം മെറ്റീരിയലും കൂടെ ഇതായതുകൊണ്ട് നമുക്ക് ആ കളർ ഡിഫറൻസ് വരുന്നില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പം ഇതിപ്പോ വൈറ്റ് ചെയ്തിട്ടില്ല, സിമെന്റിൽ നിൽക്കുക, പ്രൈമറിൽ നിൽക്കുന്ന വീട്. അപ്പം ഇത് ഡെഫിനറ്റ്ലി കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഇത് കവർ ചെയ്യാം വിത്ത് ലൈറ്റ്സ് ആൻഡ് എവരിതിങ്. അപ്പൊ ഇന്ന് നമ്മൾ ഇത് ശരിക്കും ഇന്നലെ ഒരു ചെയ്ത വീഡിയോയ്ക്കകത്ത് നമ്മൾ ഫ്ലെക്സി ബോഡിയും റിജിഡ് ബോഡി 6x4 സ്ലാബ്സിന്റെ, കാരണം ഈ റിജിഡ് ബോഡി ഇപ്പൊ 6x4 മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ, വേറെ ഒന്നിനകത്തും വന്നിട്ടില്ല. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ബെൻഡില്ല, അതാ 180 ഡിഗ്രി ഫ്ലാറ്റ്നെസ് ആണ്. മറ്റുള്ള മെറ്റീരിയലുകളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്ന് പറഞ്ഞാൽ ബെൻഡ് കൂടുതലായിരിക്കും, കർവ് കൂടുതലായിരിക്കും, സെൻട്രൽ കർവിങ് കൂടുതലായിരിക്കും. ഈ കർവിങ് വരുന്നത് മറ്റേനകത്ത് എന്ന് പറയുമ്പോൾ അത് ചെറിയ മെറ്റീരിയലോട്ട് പോകുമ്പോൾ അത് കൂടും. പക്ഷേ ഇതിനകത്ത് ഫ്ലാറ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് സെൻട്രൽ എയർ പിടിക്കുക എന്നുള്ള പ്രശ്നം ഒരു യാതൊരു പ്രശ്നമില്ല. പിന്നെ ഇത് വേറെ കണ്ട് ലേ ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് നമ്മളിതിനകത്ത് ഈ സാൻഡിനകത്ത് സൂപ്പർ സെറ്റ് യൂസ് ചെയ്തിരിക്കണം. പ്ലസ് ഈ പറഞ്ഞ മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ ഈ മെറ്റീരിയലിന്റെ ബാക്കിലായിട്ട് നമ്മൾ പേസ്റ്റിന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ സാൻഡും ഇതുമായിട്ട് ഒരു പിടുത്തം കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ബാക്കിൽ ഉറപ്പായിട്ടും നമ്മൾ പേസ്റ്റ് അഡ്ഹസീവ് ആഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഇതേ സെഗ്മെന്റിൽ, അതായത് കജാരിയുടെ വിട്രോണൈറ്റ് സ്ലാബ്സിന്റെ 6x4 സൈസിനകത്ത് പോളിഷ്ഡ് സ്റ്റാച്ചുവാരിയോ പേൾ ആണ് നമ്മളിപ്പോൾ കണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് മെറ്റീരിയൽ ആണ് ഈ ഒരു കാറ്റഗറിയിൽ. ഇതിന്റെ കൂടെ തന്നെ ഈ കാറ്റഗറിയിലെ ഒരു വണ്ടർ പ്രൊഡക്റ്റ് ആണ് റോക്കർ ബ്ലാക്ക്. അപ്പം റോക്കർ ബ്ലാക്ക്, അപ്പൊ ഈ വീട്ടിലേക്കും റഷീദ് സാർ ഒറിജിനലി ലപ്പാട്ടോ ബ്ലാക്ക് ആണ് തിരക്കിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, പക്ഷെ പിന്നെ ഈ മെറ്റീരിയൽ കണ്ടു കഴിഞ്ഞപ്പം അദ്ദേഹത്തിന്റെ നമുക്ക് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്ത് പറഞ്ഞാൽ ലെപ്പാട്ടോ ഗ്രാനൈറ്റ് ആണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് വെച്ചത്. അപ്പൊ ലെപ്പാട്ടോ ഗ്രാനൈറ്റിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇത്രയും ബ്ലാക്ക് കിട്ടിയല്ല, റിച്ച് കളർ കിട്ടത്തില്ല. കളർ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയൊക്കെ പോയാലും ഒരു നാച്ചുറൽ സ്റ്റോൺ ആണ്. പക്ഷെ അതിന് എങ്ങനെയൊക്കെ പോയാലും ഒരു മിനിമം കളർ ബ്ലാക്കേ കിട്ടത്തുള്ളൂ. 100% ബ്ലാക്ക് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ റോക്കർ ബ്ലാക്ക് തന്നെയാണ് ബെറ്റർ. അപ്പൊ റോക്കർ ബ്ലാക്കിന്റെ ഒരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ പലയിടത്തും നമ്മൾ ഒരു കാര്യം പറയണ്ടേ, ഈ എഡ്ജ് കളർ ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. ഓക്കെ, അതൊരിക്കലും അങ്ങനെ ഉണ്ടായില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ സ്റ്റോൺ പോളിഷ് തന്നെ ചെയ്താൽ മതി. ഓക്കെ, സ്റ്റോൺ പോളിഷ് ചെയ്യുമ്പോൾ ഏതാണ്ട് 99% ബ്ലാക്ക് തന്നെ കിട്ടും. നമുക്ക് ബ്ലാക്ക് തന്നെ കിട്ടും. അതിപ്പോൾ നമ്മളിവിടെ ചെയ്തേക്കുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇനി ഫൈനൽ പോളിഷിങ് വരാനുണ്ട്, ഇനി ജോയിന്റ് ഫില്ലിംഗ് വരാണ്ട്. ഇതിന്റെ ഒരു കംപ്ലീറ്റ് വർക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പെയിന്റിങ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഫിനിഷിംഗ് വർക്ക് നമ്മൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ഫ്ലോപ്പ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഫൈനൽ കോട്ട് പെയിന്റിങ്ങും കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഫിനിഷിംഗ് ടോൺ അതിനകത്ത് ആഡ് ചെയ്യുകയും അതിനകത്ത് ബാക്കിയുള്ള കളറും പോളിഷും ഒക്കെ ചെയ്ത് പോകാൻ പറ്റും. ചെയ്ത് മാറുമ്പോഴത്തേക്ക് നമുക്ക് കാരണം കറക്റ്റ് ബ്ലാക്ക് നമുക്ക് അതിനകത്ത് കിട്ടും. പിന്നെ വേറൊരു പ്ലസ് ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് വേസ്റ്റേജ് കുറവാണ്. 6x4 ആയതുകൊണ്ട് ഇപ്പൊ ഇതിന്റെ സ്റ്റെപ്പിന്റെ നീളം 3 അടി നീളവും 1 അടി വീതിയാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് 3 അടി നീളം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 6x4 ഈ ഒരു സൈസിനകത്ത് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 8 സ്റ്റെപ്പ് കിട്ടും വിതൗട്ട് എനി വേസ്റ്റ്. അതെ, അപ്പൊ അത് നമുക്കൊരു വലിയൊരു പ്ലസ് പോയിന്റാണ്. കാര്യം നമുക്ക് ഇതിനകത്ത് നമുക്ക് വേറെ ഒന്നും വേസ്റ്റ് പോകുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ കറക്റ്റ്
കറക്റ്റായിട്ട് നമുക്ക് ആ മെറ്റീരിയൽ വെച്ച് നമുക്ക് ഇത് ഒരു പിന്നെ പ്ലസ് ഇതിനെ തന്നെ റേസർ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഈ സത്വാരി തന്നെയാണ് ഇതിന്റെ റേസറായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. റേസറായിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്ന ഈ സത്വാരി തന്നെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വന്നു. ചിലർ അതിനെ വേണ്ട ബ്ലാക്ക് തന്നെ വേണം, നല്ലൊരു കസ്റ്റമർ അങ്ങനെയും ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴും ഈ 6x4 റേസറിന് നമ്മൾ കട്ട് ചെയ്യുമ്പോഴും നമുക്ക് വേസ്റ്റേജ് കുറഞ്ഞിരിക്കും. ഇതിപ്പോ നമ്മൾ ഡബിൾ തിക്നെസ്സിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ഡബിൾ തിക്നെസ്സിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു എഡ്ജിനെ നമ്മൾ ഒരു പീസിനെ കൂടെ നമ്മൾ അടിയിൽ ആഡ് ചെയ്തുകൊണ്ട് ഒരു ഡബിൾ തിക്നെസ്സിൽ ചെയ്തേക്കുന്നതുകൊണ്ട് അപ്പോൾ ശരിക്കും 3 സെന്റിമീറ്റർ തിക്നെസ് ആണ് പുറത്ത് കാണുന്നത്. അതേപോലെ 90% ആ മേളത്തെ ബ്ലാക്ക് സൈഡിലും കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ ഇതിനെ എൻഹാൻസും ചെയ്യാം. ഐ തിങ്ക് ഞങ്ങൾക്ക് ചെറി ബ്ലോസം ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ അങ്ങനത്തെ വളരെ ബേസിക് സ്റ്റെയിനർ മതി ഇതിനെ ഫുൾ ബ്ലാക്ക് ആക്കാൻ. ലൈഫ് ലോങ് സ്റ്റെയിൻ ആയി ഇരിക്കുകയും ഇതിപ്പോ നമുക്ക് നോർമലി കാഴ്ചയിൽ ഫുൾ ബ്ലാക്ക് തന്നെയാണ്. പിന്നെ അതിസൂക്ഷ്മമായി നമ്മളൊരു പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ അതിനകത്ത് ആ ഒരു കളർ അല്ല എന്നുള്ള ഫീലിലോട്ട് വരത്തുള്ളൂ. മനസ്സിലായി? കാര്യം അത് മേളിൽ എന്തുകൊണ്ടാണ് റോക്കർ ഫിനിഷിൽ കിടക്കുന്നതുകൊണ്ടാണ് അതിന് അത്രയും ബ്ലാക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ആ റോക്കറിന്റെ എഡ്ജിൽ കറക്റ്റായിട്ട് നമ്മൾ പോളിഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ബ്ലാക്ക് തന്നെയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഒരു പ്രൊഡക്റ്റ് ചെയ്തല്ലോ റോക്കർ ബ്ലാക്ക്. ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. സ്റ്റെപ്പ് എനിക്കൊന്ന് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ്. മസ്റ്റ് ആയിട്ടും നമ്മൾ ട്രൈ ചെയ്യണം. ഇനി നമ്മുടെ അടുത്ത വരുന്ന എപ്പിസോഡ് നമ്മൾ സജിയായിട്ട് തന്നെ ആയിരിക്കും നമ്മൾ ഡിസ്കഷൻ നടത്തുന്നത്. അതിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രാനൈറ്റ്സിന്റെ റീപ്ലേസ്മെന്റ് ഓപ്ഷൻസ്. അതായത് ഗ്രാനൈറ്റിന് പകരം ഗ്രാനൈറ്റ് എവിടെയൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നോ അവിടെ എല്ലാം ഗ്രാനൈറ്റിന് പകരം എന്ത് ഉപയോഗിക്കാൻ പറ്റും, എന്ത് പ്രൊഡക്ട്സ് മാർക്കറ്റിലുണ്ട്, എന്ത് പ്രൊഡക്ട്സ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്, അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ്. അതിന്റെ ഒരു പാർട്ട് ഓൾറെഡി ഇവിടെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ആ പാർട്ടാണ് ഇപ്പോൾ ഈ കണ്ട റോക്കർ ബ്ലാക്കിന്റെ സ്റ്റെയറിനുള്ള ഓപ്ഷനും. പുറത്ത് കുറച്ച് സാധനങ്ങൾ ഇപ്പോഴും ഇരിപ്പുണ്ട്. അതിന്റെ സിറ്റ് ഔട്ട് എക്സ്പോസ്ഡ് ആയിട്ടില്ല. ആക്ച്വലി സിറ്റ് ഔട്ടും റോക്കർ ബ്ലാക്ക് തന്നെയാണ് വിരിച്ചേക്കുന്നത്. ഇത് നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു വീഡിയോ നമുക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റും. കാര്യം വീട് ഫിനിഷിംഗ് ആകുമ്പോഴാണ് ഇതിന്റെ കറക്റ്റ് ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഓൾറെഡി ഇന്റീരിയറിന്റെ വർക്ക് കഴിഞ്ഞേക്കുന്നതിന്റെ കൂടെ അതിന്റെ പൊടിയും മറ്റു അഴുക്കുകളും ഒക്കെ ആയിട്ട് നമുക്കൊരു ഇതായിട്ട് കിടക്കണം. പിന്നെ നമുക്ക് ഈ മെറ്റീരിയലിന്റെ ഒരു ഇത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പക്ഷേ ഇത് ഫിനിഷിംഗിൽ നമുക്കിത് ഒരു വമ്പൻ പ്രോജക്റ്റ് ആയി. അത് മൊത്തം ലൈറ്റിംഗ് എല്ലാം വന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ഈ വീട് വീണ്ടും കവർ ചെയ്യും. പക്ഷേ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഗ്രാനൈറ്റ്സിന്റെ വർതി റീപ്ലേസ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതായിരിക്കും നമ്മുടെ അടുത്ത എപ്പിസോഡ്. അത് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തണം, ആദ്യം തന്നെ കാണണം, കമന്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പം വേറൊരു എപ്പിസോഡിൽ വീണ്ടും കാണാൻ സജീവ്. താങ്ക്സ് ഫോർ സ്പെൻഡിങ് ടൈം. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അപ്പോഴത്തേക്ക് ബൈ.